നമ്മളിപ്പോ രണ്ട് കേസാണ് പഠിച്ചേ. ഒരു ഫോട്ടോൺ വന്നിട്ട് അതിന്റെ എനർജി മുഴുവൻ ആർക്ക് കൊടുക്കുന്നു? മെറ്റൽ സർഫസിലുള്ള ഇലക്ട്രോൺ കൊടുക്കുന്നു. ആ ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നു, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. രണ്ടാമത്തത്, ഒരു ഫോട്ടോൺ വരുന്നു, അതിന്റെ കുറച്ച് എനർജി ഒരു ബൗണ്ട് ഇലക്ട്രോൺ കൊടുക്കുന്നു, എന്നിട്ട് ഇലക്ട്രോൺ ഒരു വൈക്കും ഫോട്ടോൺ ഒരു വൈക്കും പോകുന്നു, ഒരു കൊളീഷൻ. അതാണ് കോംപ്റ്റൺ എഫക്ട്, അല്ലേ? അപ്പോ ഒരു കേസിൽ മുഴുവൻ എനർജി കൊടുക്കുന്നു, രണ്ടാമത്തെ കേസിൽ കുറച്ച് എനർജി കൊടുക്കുന്നു, അല്ലേ? ഇനി വേറെ ഒരു കേസും കൂടി ഉണ്ട്. ഫോട്ടോൺ വന്നിട്ട് ഇറ്റ് വിൽ മെറ്റീരിയലൈസസ് ഇൻ ടു ആൻ ഇലക്ട്രോൺ ആൻഡ് എ പോസിട്രോൺ, അല്ലേ? എങ്ങനെയാ കേസ്? ഒരു ഫോട്ടോൺ വരുന്നു, എന്നിട്ട് അത് രണ്ട് പാർട്ടിക്കിൾ ആയിട്ട് മാറുന്നു. എന്തൊക്കെയാണ് ആ പാർട്ടിക്കിൾസ്? ഇലക്ട്രോണും പോസിട്രോണും. ആ പ്രോസസ്സിന് നമ്മള് പെയർ പ്രൊഡക്ഷൻ എന്ന് പറയും. പെയർ പ്രൊഡക്ഷൻ. പെയർ എന്ന് പറയാൻ കാരണം ഒന്ന് ഇലക്ട്രോൺ ഒന്ന് പോസിട്രോണും അല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെയാ പറഞ്ഞേ? ഒരു ഗാമ പാർട്ടിക്കിൾ വരുന്നു, അല്ലേ? ഒരു ഗാമ പാർട്ടിക്കിൾ വരുന്നു. ഫോട്ടോൺ നമ്മൾ ഗാമ പാർട്ടിക്കിൾ എന്ന് പറയും. അതിലേക്ക് ഞാൻ ജസ്റ്റ് ഇപ്പൊ വരാം. അപ്പൊ ഗാമ പാർട്ടിക്കിൾ വരുന്നു, അല്ലെങ്കിൽ ഒരു ഫോട്ടോൺ വരുന്നു. ഇറ്റ് വിൽ മെറ്റീരിയലൈസസ് ഇൻ ടു ആൻ ഇലക്ട്രോൺ ആൻഡ് എ പോസിട്രോൺ. ഇതിനെയാണ് നമ്മൾ പെയർ പ്രൊഡക്ഷൻ എന്ന് പറയാം, അല്ലെ? എ ഫോട്ടോൺ മെറ്റീരിയലൈസസ് ഇൻ ടു ആൻ ഇലക്ട്രോൺ ആൻഡ് എ പോസിട്രോൺ. ഇത് നമ്മുടെ ഐൻസ്റ്റൈന്റെ മാസ് എനർജി കൺവേർഷൻ ഉണ്ടല്ലോ, അത് കൺഫേം ചെയ്തൊരു പ്രോസസ്സും കൂടിയാണ്. അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻസും കൂടി അതിനുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇ ഈക്വൽ ടു എം സി സ്ക്വയർ എന്നുള്ളത്, അല്ലെ? എന്താ ഇ ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഒരു മാസ് എം ഉള്ള പാർട്ടിക്കിളിലുള്ള എനർജി എത്രയാവും? എം സി സ്ക്വയർ ആവും. ഫോർ എക്സാമ്പിൾ 1 കിലോഗ്രാം ഉള്ള ഒരു സാധനം ഉണ്ടെന്ന് കരുതുക, എന്തെങ്കിലും ഒരു മെറ്റീരിയൽ. അതിനകത്തുള്ള എനർജി എത്രയാവും? എം സി സ്ക്വയർ ആവും, അല്ലെ? അതിന്റെ എനർജി ഈക്വലന്റ്. സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ്. അത് പാർട്ടിക്കിൾ കേസിലൊക്കെയാണ്. ഇനി എനർജി മാസ് ആവും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. മാസ് എനർജി ആക്കാം നമുക്ക്. ബെസ്റ്റ് എക്സാമ്പിൾ ന്യൂക്ലിയർ ഫിഷൻ ആണ്. എം മാസുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് എന്ത് ചെയ്യാം? എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ. അതുപോലെ എനർജി തിരിച്ച് മാസ് ആവും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടായിരുന്നു. അതിന്റെ ഒരു കൺഫർമേഷൻ ആണ് ഇത്, അല്ലെ? ന്യൂ എന്ന് പറയുന്നത്, ഫോട്ടോൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു വേവ് ആയിട്ട് തന്നെ ഇമാജിൻ ചെയ്യാം. അത്രയും എനർജി ഉണ്ട്. സബാറ്റോമിക് ലെവലിലെ പാർട്ടിക്കിൾസ് ആണ്. ആ എനർജി മാറി എന്താവാണ്? പാർട്ടിക്കിളായി മാറണം. ഓക്കെ. അപ്പം അതൊരു മാസ് എനർജി കൺവേർഷന്റെ ഒരു എക്സാമ്പിളും കൂടിയാണ് ഇത്. ഓക്കെ. ഇനി ഇങ്ങനത്തെ ഒരു പ്രോസസ്സിന് വേണ്ടുന്ന മിനിമം എനർജി എത്രയാണെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോ ഇവിടെ ഫോട്ടോണിന്റെ എനർജി എത്രയാണ്? എച്ച് ന്യൂ ആണ്. ഇനി ഇവിടെ ഉണ്ടാവുന്ന ആളുകൾ ആരൊക്കെയാണ്? ഇവിടെ എച്ച് ന്യൂ ആണ് ഫോട്ടോണിന്റെ എനർജി, അല്ലെ? ഇനി ഇവിടെ ഉണ്ടാവുന്ന ആളുകൾ ഒരു ഇലക്ട്രോണും ഒരു പോസിട്രോണും ആണ്. ഇലക്ട്രോണിന് നിങ്ങൾക്കറിയാം, പോസിട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ ആണ്. ഓക്കെ. ആന്റി പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് ഹാവിംഗ് സെയിം കോൺഫിഗറേഷൻ ബട്ട് ഡിഫറെന്റ് ചാർജ്. ഒരേ മാസും കാര്യങ്ങളൊക്കെ ആവും, പക്ഷെ ചാർജ് ഡിഫറെന്റ് ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. അതിനാണ് നമ്മൾ ആന്റി പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ ആണ് പോസിട്രോൺ, അല്ലെങ്കിൽ പോസിട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ ആണ് ഇലക്ട്രോൺ. ഓക്കെ. ഇനി ഇത് രണ്ട് പാർട്ടിക്കിളായി മാറണം. അതിന് എത്ര എനർജി വേണമെന്ന് നോക്കണം. അപ്പൊ നമുക്കറിയാം റെസ്റ്റ് മാസ് എനർജി എത്രയാണ് ഒരു പാർട്ടിക്കിളിന്റെ? എം സി സ്ക്വയർ ആണ്, അല്ലെ? അപ്പോ ഇലക്ട്രോണിന്റെ റെസ്റ്റ് മാസ് എനർജി എത്രയാണ്? എം ഇ സി സ്ക്വയർ. അതുപോലെ പോസിട്രോണിന്റെ എത്ര തന്നെയാണ്? എം ഇ സി സ്ക്വയറിനാണ്. കാരണം പോസിട്രോണിന്റെ ഇലക്ട്രോണിന്റെ മാസ് സെയിം ആണ്, ചാർജേ മാറ്റുള്ളൂ. അപ്പം എം ഇ സി സ്ക്വയർ വരും, അല്ലെ? ഇത് എത്രയാണ്? 2 എം ഇ സി സ്ക്വയർ. നമുക്ക് ഇനി ഇതിനെ ഇലക്ട്രോൺ വോൾട്ടിൽ വേണം. അപ്പൊ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് എം ഇ സി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. എം ഇ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എം ഇ എത്രയാണ്? മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം അല്ലേ? ഇൻറ്റു സി സ്ക്വയർ എന്ന് പറഞ്ഞാല് 3 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? സ്ക്വയർ, അല്ലേ? ഇനി ഇത് നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിൽ വേണം. ഇപ്പൊ എങ്ങനെ ചെയ്താൽ നമുക്ക് ജൂളിലാണ് കിട്ടുക? ഇലക്ട്രോൺ വോൾട്ടിൽ വേണം. അപ്പൊ നമുക്ക് ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. അപ്പോ നിങ്ങളത് നിർബന്ധമായിട്ടും കാൽക്കുലേറ്ററിൽ ചെയ്യണം. അതുപോലെ ഈ വാല്യൂ നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്ത് വെക്കുക വേണം. ദിസ് വാല്യൂ വിൽ ബി അറൌണ്ട് 0.511. ഓക്കെ. 0.511. അപ്പം ഒരിക്കലും മാറ്റരുത്. ദ റെസ്റ്റ് മാസ് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ MEV എത്രയാണ്? 0.511 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ. അത് ഒന്ന് ഓർത്ത് വെക്കുക. ഒരാളുടെ എനർജി എത്രയാണ്? 0.511. അപ്പൊ രണ്ടുപേരില്ലേ, രണ്ടായിടത്തും കൂട്ടിയാൽ 0.511 പ്ലസ്
0.511, it will be around 1.02 MeV. അല്ലേ? അപ്പോ രണ്ടാളുടെയും റെസ്റ്റ് മാസ് കൂട്ടിയാൽ 1.02 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ഇത്രയും എനർജി മിനിമം ഉണ്ടായാലേ പെയർ പ്രൊഡക്ഷൻ നടക്കുള്ളൂ. മറക്കരുത്. അപ്പൊ ക്വസ്റ്റ്യൻ വരാറുണ്ട്, വാട്ട് ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ഫോർ പെയർ പ്രൊഡക്ഷൻ ടു ഹാപ്പൻ? അത് എത്രയാണ്? 1.02 MeV ആണ്. അതിന്റെ കാരണം എന്താണ്? പെയർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോൺ മെറ്റീരിയലൈസസ് ഇൻ ടു an electron and a positron. The energy of an electron, rest mass energy of an electron is 0.511, which can be calculated from E equal to mc square divided by electron to convert it to electron volt, and it will be 2 times 0.511, which will be 1.02 MeV. അല്ലേ? ഇത്രയും എനർജി ഉണ്ടായാലേ ഫോട്ടോ പെയർ പ്രൊഡക്ഷൻ നടക്കുള്ളൂ. ഇനി പെയർ പ്രൊഡക്ഷൻ നടക്കാൻ ഇത് മാത്രമല്ല വേണ്ടേ, ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഗാമ പാർട്ടിക്കിൾ ചേഞ്ചസ് ടു ഇലക്ട്രോൺ ആൻഡ് എ പോസിട്രോൺ. അവിടെ ചാർജ് കൺസേർവ് ആണ്. അതായത് നമുക്ക് എന്തൊരു പ്രോസസ് നടക്കുമ്പോഴും അവിടെ കൺസർവേഷൻ പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്യാൻ പാടില്ല. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, അതുപോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്, ഇങ്ങനെ കൺസർവേഷൻ ലോസ് എല്ലാം എന്ത് ചെയ്യണം? അവിടെ ഒബേ ചെയ്യണം. അല്ലെങ്കിൽ ആ പ്രോസസ്സ് നടക്കില്ല. അല്ലേ? അപ്പൊ ഇവിടെ ചാർജ് കൺസേർവ്ഡ് ആണോ നമുക്ക് ജസ്റ്റ് നോക്കാം. ഫോട്ടോണിന്റെ ചാർജ് എന്താണ്? 0 ആണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കുക, ചാർജ് ഓഫ് ഫോട്ടോൺ എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പൊ അത് 0 ആണ്. ഇനി ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? -1 ആണ്. പോസിട്രോണിന്റെ ചാർജ് എത്രയാണ്? +1 ആണ്. അപ്പൊ -1 + 1 എത്രയാവും? 0 ആവും. ചാർജ് അവിടെ എന്താണ്? കൺസേർവ്ഡ് ആണ്. ഇനി ഈ ഒരു പ്രോസസ് ഇങ്ങനെ നടക്കൂല. എങ്ങനെ നടക്കുക? ഫോട്ടോൺ വരുന്നു, അത് ഇലക്ട്രോണും പോസിട്രോണായി മാറുന്നു. ഈ ഒരു പ്രോസസ് അങ്ങനെ ഒറ്റയ്ക്ക് നടക്കൂല. അതിന് എന്ത് വേണം? അവിടെ ഒരു ആറ്റോമിക് ന്യൂക്ലിയസിന്റെ പ്രസൻസും കൂടെ വേണം. അല്ലെ? അപ്പൊ ഇങ്ങനെ ഉണ്ടാവുക, ഒരു ഫോട്ടോൺ വരുന്നു, എന്നിട്ട് അത് ഒരു ഇലക്ട്രോണും ഒരു പോസിട്രോണുമായി മാറുന്നു. ഇലക്ട്രോൺ, പോസിട്രോൺ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ആറ്റോമിക് ന്യൂക്ലിയസ്. ഇത് നിർബന്ധമാണ്. ഇങ്ങനെയാണ് ഇതിന്റെ റെപ്രസെന്റേഷൻ. ഗാമ പാർട്ടിക്കിൾ വരുന്നു, ഇലക്ട്രോൺ പോകുന്നു, പോസിട്രോൺ പോകുന്നു. അവിടെ ഒരു ന്യൂക്ലിയസ് മസ്റ്റ് ആണ്. ഓക്കെ, ഈ റെപ്രസെന്റേഷൻ മറക്കരുത്. ഇലക്ട്രോണ്, ഫോട്ടോണ് വേവ് ആണ്, ഇലക്ട്രോണും പോസിട്രോണും പാർട്ടിക്കിൾ ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇനി എന്തിനാണ് ആ ന്യൂക്ലിയസ്? ന്യൂക്ലിയസ് ഉണ്ടായാൽ മാത്രമേ അവിടെ ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആവുള്ളൂ. ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ അവിടെ കൺസർവേഷൻ ലോസ് ഒബേ ചെയ്തേ പറ്റുള്ളൂ. അതാണ് ഫിസിക്സ്. അപ്പം ദ പ്രസൻസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് എ മസ്റ്റ് ഇൻ ഓർഡർ ടു ഹാപ്പൻ പെയർ പ്രൊഡക്ഷൻ. അല്ലെ? പെയർ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അവിടെ ന്യൂക്ലിയസ് വേണം. ഇറ്റ് ഈസ് ടു കൺസേർവ് ദ ലീനിയർ മൊമെന്റം. അതുപോലെ ഒരു എനർജി കൺസർവേഷനും കൂടെ അവിടെ വരുന്നുണ്ട്. അങ്ങനെ വരുന്നതുകൊണ്ട് ഇനി ഇവിടെ 1.02 MeV ആണ് മിനിമം വേണ്ട എനർജി എന്ന് പറഞ്ഞു. ആരുടെ? വരുന്ന ഫോട്ടോന്റെ. ആ എനർജിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് എത്രയാണ്? ലാംഡ ഈക്വൽ ടു 1.2 പൈക്കോമീറ്റർ ആണ്. ഓക്കെ, the photon wavelength corresponding to the energy 1.02 MeV is 1.2 picometer. ആ എനർജി, ആ വേവ് ലെങ്ത്തിന് മുകളിലുള്ള എല്ലാ പാർട്ടിക്കിൾസിനെയും നമ്മൾ എന്ത് പറയും? ഗാമ പാർട്ടിക്കിൾസ് എന്ന് പറയും. The particles having wavelength equal to or greater than 1.2 picometers are called gamma radiations. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എക്സ്റേ, ഗാമ റേ കേട്ടിട്ടില്ലേ? അതിനകത്തെ ഗാമ റേഡിയേഷൻസ് ആവാനുള്ള കണ്ടീഷനാണ് it should be having a wavelength of 1.2 picometer minimum. Okay, ഇതാണ്. ഇനി ഞാൻ പറഞ്ഞു, പെയർ പ്രൊഡക്ഷൻ ഒരിക്കലും ഫ്രീ സ്പേസിൽ നടക്കൂല. എപ്പോഴും ഒരു ന്യൂക്ലിയസിന്റെ പ്രസൻസ് വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഷോ ദാറ്റ് പെയർ പ്രൊഡക്ഷൻ കനോട്ട് ഒക്യൂർ ഇൻ ഫ്രീ സ്പേസ്, അല്ലെങ്കിൽ ഷോ ദാറ്റ് ഇൻ ഓർഡർ ടു ഹാപ്പൻ പെയർ പ്രൊഡക്ഷൻ ദർ ഷുഡ് ബി ദ പ്രസൻസ് ഓഫ് എ ന്യൂക്ലിയസ് എന്നുള്ളത്. അപ്പം ആ പ്രൂഫ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ പ്രൊസീജിയർ എന്താണ്? ഫോട്ടോൺ അല്ലെങ്കിൽ ഗാമ പാർട്ടിക്കിൾസ് ചേഞ്ചസ് ഇൻ ടു ആൻ ഇലക്ട്രോൺ ആൻഡ് എ പോസിട്രോൺ. ഇതല്ലേ പ്രോസസ്? ഇനി അവിടെ എനർജി കൺസേർവ് ചെയ്യണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? എനർജി കൺസർവേഷൻ മസ്റ്റ് ആണ്. ഏതൊരു കേസിലും എനർജി കൺസർവേഷൻ മസ്റ്റ് ആണ്. എനർജി കൺസേർവ് ചെയ്യണമെങ്കിൽ hν ഈക്വൽ ടു 2mc² എന്ന് പറഞ്ഞു. അല്ലേ? അല്ലെങ്കിൽ m എന്ന് പറഞ്ഞാൽ m0 ഗാമയല്ലേ? നിങ്ങൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടില്ലേ?
m0 gamma equal to root of 1 by root of 1 minus v square by c square. Okay, relativistic correction factor. അപ്പം 2 into m0 gamma c square. ഈ കണ്ടീഷൻ മസ്റ്റ് ആണ്. ഇതുണ്ടായാൽ മാത്രമേ വേറെ പ്രശ്നം നടക്കുള്ളൂ. കാരണം ഫോട്ടോൺ വന്നിട്ട് ഒരു ഇലക്ട്രോൺ ഒരു പോസിട്രോണായി മാറണമെങ്കിൽ ഇയാളുടെ എനർജി ഇവരുടെ എനർജിയുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇത് മസ്റ്റ് ആണ്. ഓക്കെ, ഇനി ആ പ്രോസസ് നമുക്ക് നോക്കാം. അവിടെ എങ്ങനെ നടക്കണേ? ഫോട്ടോൺ വരുന്നു, എന്നിട്ട് ഇതിലെ ഒരാളും പോകുന്നു അല്ലെ? ഇങ്ങനെയാണ് അയാൾ പോകേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ പേർ പ്രൊഡക്ഷൻ നടന്നുകൊണ്ട് രണ്ടാളും ഇങ്ങനെ പോയി. ഇനി ഇവിടെ പിന്നെ ഡയറക്ഷൻ അല്ലെങ്കിൽ മൊമെന്റം അവിടെ കൺസേർവ്ഡ് ആണെങ്കിൽ എന്താണ്? ഈ ആംഗിൾ രണ്ടും സെയിം ആണ്. ഈ ആംഗിളും തീറ്റയാണ്, ഈ ആംഗിളും തീറ്റയാണ് വരുന്നത്. ഓക്കെ, ഇനി വരുന്ന ഫോട്ടോണിന്റെ മൊമെന്റം കൺസർവേഷൻ നോക്കണേ. ഫോട്ടോണിന്റെ മൊമെന്റം എത്രയാണ്? h/c ആണ് അല്ലെ? നമ്മൾ ഇന്നലെ കാൽക്കുലേറ്റ് ചെയ്തത് E ഈക്വൽ ടു പി സി ആയിരുന്നു അല്ലെ? E ഈക്വൽ ടു പി സി ആയിരുന്നു, ഈക്വൽ ടു h/c ആയിരുന്നു. അപ്പൊ P ഈക്വൽ ടു h/c കിട്ടും അല്ലെ? P ഈക്വൽ ടു h/c കിട്ടും. അപ്പം ഫോട്ടോണിന്റെ മൊമെന്റ് എത്രയാണ്? h/c ആണ്. ഇനി പോകുന്ന ഒരാൾ ആരാണ്? ഇലക്ട്രോൺ ആണ്, ഒരാള് പോസിട്രോൺ ആണ്. ഇയാളുടെ മൊമെന്റം P ആണ്, അതുപോലെ ഇയാളുടെ മൊമെന്റം P ആണ് തരുക. ഓക്കെ, രണ്ടും ഒരേ മാസമുള്ള പാർട്ടിക്കിൾസ് അല്ലേ? അപ്പൊ അവിടെ മൊമെന്റവും സെയിം ആയിരിക്കും. ഇനി ഇത് ഇവിടെ തീറ്റ നമുക്ക് ഇതിന്റെ രണ്ട് കമ്പോണൻസ് ആയി സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ? വൺ അലോങ് ദിസ് ഡയറക്ഷൻ ആൻഡ് വൺ അലോങ് ദാറ്റ് ഡയറക്ഷൻ അല്ലെ? അപ്പൊ ഇതെന്താണ്? P കോസ് തീറ്റ എന്ന് എഴുതാം അല്ലെ? ആംഗിൾ ചേർന്ന് നിൽക്കുന്ന ഭാഗം കോസ് കമ്പോണന്റ്. അതുപോലെ ഇതിന്റെ ആംഗിൾ ചേർന്ന് നിൽക്കുന്ന തീറ്റയാണ്. അപ്പൊ ഈ കമ്പോണന്റ് എന്താണ്? P കോസ് തീറ്റയാണ് അല്ലെ? ഇനി അവിടെ നമുക്ക് എക്സ് ഡയറക്ഷനിലുള്ള മൊമെന്റം കൺസർവേഷൻ എന്ന് എഴുതാം. എക്സ് ഡയറക്ഷനിലുള്ള നെറ്റ് മൊമെന്റം അല്ലെ? മൊമെന്റം എലോങ് എക്സ് ഡയറക്ഷൻ എന്താണ്? ഇതിലെന്താണ്? h/c. ഇവിടെ എക്സ് ഡയറക്ഷനിൽ മാത്രമുള്ള മൊമെന്റം എത്രയാണ്? h/c ഈക്വൽ ടു ഇവിടെ P കോസ് തീറ്റ ഒരാളത് പ്ലസ് P കോസ് തീറ്റ അല്ലെ? എന്ത് വരും? 2P കോസ് തീറ്റ അല്ലെ? അല്ലെങ്കിൽ h/nu ഈക്വൽ ടു ഈ സി അങ്ങോട്ട് എടുത്ത് എന്താവും? 2PC കോസ് തീറ്റ അല്ലെ? ഇനി വിച്ച് ഈസ് ഈക്വൽ ടു h/nu ഈക്വൽ ടു ഈ P എന്ന് പറഞ്ഞ mv അല്ലേ? അപ്പൊ 2mv ഇൻറ്റു c കോസ് തീറ്റ ശരിയല്ലേ? ഇനി ഇവിടെ mv എന്ന് പറഞ്ഞാല് m എന്ന് പറഞ്ഞാൽ മാസ് അല്ലേ? അപ്പം അത് നമുക്ക് റെസ്റ്റ് മാസ് എനർജിയുടെ ടേംസിൽ m0 ഗാമ എന്നിരിക്കുമല്ലേ? m ഈക്വൽ ടു m0 ഗാമയല്ലേ അല്ലെ? അപ്പൊ നമുക്ക് എന്താവും? h/nu ഈക്വൽ ടു 2 ഇൻറ്റു m0 ഗാമ ഇൻറ്റു v c കോസ് തീറ്റ ശരിയല്ലേ? P ഈക്വൽ ടു me, m ഈക്വൽ ടു m0 ഗാമ. അപ്പൊ 2m0 ഗാമ ഇൻറ്റു v c കോസ് തീറ്റ അല്ലെ? ഇനി ഇത് ഞാന് ഒരു c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യും ചെയ്യണം അല്ലെ? അപ്പൊ എന്ത് കിട്ടും? h/nu ഈക്വൽ ടു 2m0 ഗാമ, ഈ c നെ മൾട്ടിപ്ലൈ ചെയ്ത് c സ്ക്വയർ ഇൻറ്റു ഇവിടെ v ഇല്ലേ? v ബൈ c. അത് ഇക്വേഷൻ ഒരു c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇൻറ്റു c ബൈ c എന്ന് പറഞ്ഞാൽ c ഇൻറ്റു c സ്ക്വയർ. അപ്പൊ ഇവിടെ ഒരു v ഉണ്ട് ബൈ c ഇൻറ്റു കോസ് തീറ്റ എന്ന് കിട്ടും. ശരിയാണോ? ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് മാറ്റി ചെയ്താൽ പോവാണ്. h/nu ഈക്വൽ ടു 2m0 ഗാമ c സ്ക്വയർ ഇൻറ്റു v ബൈ c കോസ് തീറ്റ അല്ലേ? ഇനി ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ഇവിടെ ഒരു ടേം ഉണ്ട് v ബൈ c അല്ലെ? v ബൈ c. നിങ്ങള് മെക്കാനിക്സിൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പഠിച്ചതാണ്. അതിനകത്ത് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്തായിരുന്നു? നോ പാർട്ടിക്കിൾസ് ക്യാൻ ട്രാവൽ വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് അല്ലെ? ഒരു പാർട്ടിക്കിളിനും ലൈറ്റിന്റെ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അല്ലെ? ദാറ്റ് മീൻസ് v വിൽ ബി ആൾവേസ് ലെസ് ദാൻ c. ഈ v എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയാളുടെ വെലോസിറ്റി ആണ് അല്ലെ? ദാറ്റ് ഷുഡ് ബി ആൾവേസ് ലെസ് ദാൻ c. അതുകൊണ്ട് v ബൈ c വിൽ ബി ആൾവേസ് ലെസ് ദാൻ 1 അല്ലെ? ആൾവേസ് v ബൈ c എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എപ്പോഴും 1നേക്കാളും കുറവാകും. കാരണം
വെലോസിറ്റി ഒരിക്കലും സിനേക്കാളും കൂടൂല. ശരിയല്ലേ? അതുകൊണ്ട് v/c <1 എപ്പോഴും, ഏത് കേസിലായാലും അല്ലെ. ഇനി ഇവിടെ കോസ്തീറ്റയുടെ മാക്സിമം വാല്യൂ എത്രയാണ്? 1 ആണ് അല്ലെ. കോസ്തീറ്റ കിട്ടുന്ന മാക്സിമം വാല്യൂ 1 ആണ്, മിനിമം വാല്യൂ -1 ആണ് അല്ലെ. -1 to 1 through 0 അതാണ് അതിന്റെ കോസ്തീറ്റന്റെ വാല്യൂ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? കോസ്തീറ്റ ഈസ് ആൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എഴുതി കൂടെ? മാക്സിമം വാല്യൂ 1 ആണെന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എഴുതി കൂടെ? ഈ ബാക്കിയുള്ളത് 2 m0 ഗാമ c2 v ഒക്കെ എന്താണ്? ബാക്കി കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നമുക്ക് വേരിയബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം വിയും കോസ്തീറ്റയാണ്. ബാക്കി 2 m0 ഗാമ c2 ഒക്കെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഈ ഒരു കണ്ടീഷൻ വന്നാൽ v/c എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. അതുപോലെ കോസ്തീറ്റന്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി കോസ്തീറ്റന്റെ വാല്യൂ മാക്സിമം ആണെന്ന് തന്നെ കൂട്ടിക്കോ. അപ്പൊ കോസ്തീറ്റ ഈക്വൽ ടു 1 ആണെന്ന് എഴുതിക്കോ. അങ്ങനെ ആകുമ്പോൾ ഇക്വേഷൻ എന്താവും? 2 m0 ഗാമ c2 into v/c into കോസ്തീറ്റ അല്ലെ. ഇവിടെ എന്താ ഉള്ളേ? 2 m0 ഗാമ c2 അല്ലെ. അപ്പോ ഈ ഇക്വേഷൻ നോക്കാം. h nu equal to 2 m0 ഗാമ c2 into v/c കോസ്തീറ്റ എന്നല്ലേ. v/c എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. കോസ്തീറ്റന്റെ മാക്സിമം വാല്യൂ 1 ആയിരിക്കും, അല്ലെങ്കിൽ ഏറെ കുറവായിരിക്കും. അങ്ങനെ വന്നാൽ h nu equal to 2 m0 ഗാമ c2 അല്ലേ. ഈ ഇക്വേഷൻ നമ്മൾ എപ്പോൾ ചെയ്താലും ഈ ക്വാണ്ടിറ്റി 2 m0 ഗാമ c2 എന്ന് പറഞ്ഞ ഈ ക്വാണ്ടിറ്റി എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ h nu ആയിരിക്കും. ഈ രണ്ട് കണ്ടീഷനും അവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും h nu ലെസ് ദാൻ 2 m0 ഗാമ c2 എന്നുള്ളത് അല്ലേ. ഇത് പറയാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ എങ്ങനെ പോയി എന്നൂടെ പറയാം. ഇങ്ങനെയായിരുന്നു. ഫോട്ടോണിന്റെ എനർജി h nu/c ആയിരുന്നു. ഇയാളുടെ മൊമെന്റം p ആണ്. അത് എനർജിയിലെ മൊമെന്റം. അതുപോലെ ഇയാളുടെ എനർജിയും p ആണ്. അതിനെ നമ്മൾ റിസോൾവ് ചെയ്തു. ആ കണ്ടീഷൻ അപ്ലൈ ചെയ്തു. h nu equal to 2pc cos theta. എന്നിട്ട് നമ്മൾ ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇവിടെ എത്തിച്ചു. h nu equal to 2 m0 ഗാമ c2 v/c cos theta എന്നുള്ളത്. v/c എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. cos theta എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. അതുകൊണ്ട് h nu എങ്ങനെ വന്നാലും ഇറ്റ് വിൽ ബി ആൾവേസ് ലെസ് ദാൻ 2 m0 ഗാമ c2. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഒരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പെയർ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? എനർജി കൺസർവേഷൻ. എന്തായിരുന്നു? എനർജി ഓഫ് ദി ഗാമ പാർട്ടിക്കിൾ h nu ഷുഡ് ബി ഈക്വൽ ടു m0c2 plus m0c2 which means 2 m0c2 അല്ലേ. 2 m0 ഗാമ c2 ഗാമ ടേം കൂടെ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ഇങ്ങനെ ചെയ്താൽ അത് ഫ്രീ സ്പേസിൽ നടന്നു കഴിഞ്ഞാൽ ദ എനർജി വിൽ ബി ആൾവേസ് ലെസ് ദാൻ 2 m0 ഗാമ c2. അതുകൊണ്ട് അവിടെ ഫ്രീ സ്പേസിൽ പെയർ പ്രൊഡക്ഷൻ നടക്കില്ല. ഇനി ന്യൂക്ലിയസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ മൊമെന്റത്തിന്റെ കുറച്ചൊരു ഭാഗം ന്യൂക്ലിയസ് എടുത്തിട്ട് നമ്മുടെ മൊമെന്റം കൺസർവേഷൻ ഒബേ ചെയ്യും. ഓക്കെ. ഇനി എനർജി കൺസർവേഷന് അവിടെ ന്യൂക്ലിയസ് കമ്പയർഡ് ടു ദ ഫോട്ടോൺ, ന്യൂക്ലിയസ് വളരെ വലുതായതുകൊണ്ട് വളരെ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് എനർജിയെ ന്യൂക്ലിയസ് എടുക്കുള്ളൂ. അതുകൊണ്ട് അവിടെ വയലേഷൻ ഓഫ് എനർജിയും നടക്കുന്നില്ല, അല്ലെങ്കിൽ എനർജി കൺസർവേഷനും നടക്കുന്നില്ല. ഇതാണ് പെയർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പെയർ പ്രൊഡക്ഷന്റെ ഒരു ഓപ്പോസിറ്റ് പ്രോസസ് ഉണ്ട്. അതിന് നമ്മള് പെയർ അനൈലേഷൻ എന്ന് പറയും. എന്താ പറയാ? പെയർ അനൈലേഷൻ. അവിടെ എങ്ങനെ സംഭവിച്ചാൽ നേരെ ഓപ്പോസിറ്റ്. ഒരു ഇലക്ട്രോണും ഒരു പോസിട്രോണും കമ്പൈൻ ചെയ്ത് ഫോട്ടോണായി മാറാം, അല്ലെങ്കിൽ ഗാമ പാർട്ടിക്കിൾ ആയിട്ട് മാറാം. അപ്പൊ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? an electron combines with a positron to become a gamma particle. അല്ലെങ്കിൽ രണ്ട് ഗാമ പാർട്ടിക്കിൾ. അങ്ങനെയാണ് സാധാരണ നമ്മൾ എഴുതാറ് അല്ലേ. ഇനി ഇതിന്റെ എനർജി കൺസർവേഷൻ എങ്ങനെയാണ്? ഇയാളുടെ എനർജി എത്രയാണ്? 0.511. ഇയാളുടെ എനർജി എത്രയാണ്? 0.511. അപ്പൊ എത്രയാവും? 1.02 MeV ആവാം. ഇനി ഇത് റെസ്റ്റ് മാസ് എനർജി ആണെന്ത്? 0.511 അല്ലെ. ഇലക്ട്രോൺ നല്ല സ്പീഡിലാണ് വരുന്ന വെച്ചാൽ എന്തുണ്ടാവും? അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. അതുകൊണ്ട് 0.511 മിനിമം വേണം. അതിലേറെ ഉള്ളവർക്ക് എന്താവും? ഫോട്ടോണിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ശരിയല്ലേ? ഈ ഇലക്ട്രോണുകള് റെസ്റ്റ് മാസ് എനർജിയാണ് ഇത് അല്ലെ. ഇനി അവരുടെ എക്സ്ട്രാ എനർജി ഉണ്ടെങ്കിൽ അതെന്താവും? പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം പോകുന്ന ഫോട്ടോണിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും അല്ലെ. അപ്പൊ അത് നമുക്ക് ഡയഗ്രാമാറ്റിക്കലി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. An electron combines with a positron and becomes two photons അല്ലെ. ഗാമ, ഇവിടെ ഒരു ഗാമ അല്ലെ. ഇവർക്ക് കിട്ടുന്ന എനർജി എത്രയാവും? ഇയാൾക്ക്
0.511 പ്ലസ് കൈനറ്റിക് എനർജി. അതുപോലെ ഇയാൾക്ക് 0.511 പ്ലസ് കൈനറ്റിക് എനർജി. 0.511 MeV ആണ് രണ്ട് കേസിലും. ഇനി ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണ്ട? ന്യൂക്ലിയസിന്റെ പ്രസൻസ് ഒന്നും വേണ്ട. പെയർ പ്രൊഡക്ഷനിൽ മാത്രമേ എന്ത് വേണ്ടുള്ളൂ? ന്യൂക്ലിയസിന്റെ പ്രസൻസ് വേണ്ടുള്ളൂ. ഇവിടെ അങ്ങനെ ഒരു വയലേഷൻ ഓഫ് കൺസർവേഷൻ പ്രിൻസിപ്പിൾ വരുന്നില്ല. ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ ഫ്രീ സ്പേസ് ആസ് വെൽ. ഓക്കെ, അപ്പോ പിന്നെ പെയർ പ്രൊഡക്ഷന്റെ കേസിൽ നമുക്ക് ഒരു ആറ്റോമിക് ന്യൂക്ലിയസിന്റെ പ്രസൻസ് വേണം. ഇവിടെ നമുക്ക് അത് വേണമെന്നില്ല. ഓക്കെ, ഇനി നമ്മൾ 3 കേസ് പഠിച്ചതും വരുന്ന ആള് ഫോട്ടോൺ ആണ്. ഫോട്ടോൺ വന്ന് മുഴുവൻ എനർജി കൊടുക്കുന്നു, പാർട്ട് എനർജി കൊടുക്കുന്നു, അതുപോലെ മെറ്റീരിയലൈസ് ചെയ്യുന്നു. വരുന്ന ഫോട്ടോണിനനുസരിച്ച് ഏത് പ്രോസസ്സാണ് നടക്കാൻ സാധ്യത കൂടുതൽ എന്നുള്ളതിന്റെ ഒരു ഗ്രാഫ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് വരക്കാം. ഇതിനകത്ത് ഇവിടെ ഫോട്ടോൺ എനർജിയാണ്. ഓക്കെ, എനർജി ഓഫ് ഫോട്ടോൺ. ഇവിടെ അതിന്റെ റിലേറ്റീവ് പ്രോബബിലിറ്റി. ഓക്കെ, വരുന്ന ഫോട്ടോണിന്റെ എനർജി കൂടുന്നതിനനുസരിച്ച് ഏത് പ്രോസസ്സിനാണ് സാധ്യത കൂടുതൽ എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യത്തെ കേസിൽ എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പൊ കുറച്ച് എനർജി ആണെച്ചാല് അവിടെ സാധ്യത കൂടുതൽ ഏതായിരിക്കും? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനാവും. ഇനി നമുക്ക് ഈ സ്കെയിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് 1 ആണ്, ഇത് 0 ആണ്. ഇനി ഇവിടെ അങ്ങോട്ട് അങ്ങനെ എനർജി കൂടുന്നില്ല MeVയില്. ഓക്കെ, അപ്പൊ ഇത് 0.5 MeV, ഇത് 0.5 MeV, ഇത് 1 MeV അല്ലെ? നമ്മള് മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ് എനർജി കാണിച്ചിട്ടുള്ളത്. ഇനീഷ്യലി നമുക്ക് ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള പ്രോസസ്സ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനുള്ള സാധ്യത കുറച്ച് എനർജി ആകുമ്പോൾ വളരെ കൂടുതലായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ കൂടി കൂടി വരും. ഇനി അത് 1.1 MeV ഒക്കെ ആകുമ്പോഴത്തേനും ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കാനുള്ള സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരും അല്ലെ? അതുകൊണ്ട് നമുക്ക് ആ ഗ്രാഫ് എങ്ങനെ വരക്കാം? ഇങ്ങനെ വരക്കാം. ഓക്കെ, ഇനി നമ്മൾ പെയർ പ്രൊഡക്ഷൻ പഠിച്ചു. പെയർ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ആവശ്യമായ മിനിമം എനർജി എത്രയാണ്? 1.02 MeV. അപ്പൊ ഇതുവരെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കും. 1 ഇതാണ്. 1.02 കഴിഞ്ഞാൽ പിന്നെ എന്താവും? പിന്നെ സാധ്യത കൂടുതൽ ഇതിനാണ് പെയർ പ്രൊഡക്ഷൻ നടക്കാനാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഗ്രാഫ് ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം. പിന്നെ സാധ്യത കൂടി കൂടി പോകും. ഓക്കെ, ഇനി അപ്പൊ ഇതെന്താണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഇത് പെയർ പ്രൊഡക്ഷൻ. ഇനി ഒരു എഫക്ട് കൂടെ ഏതാണ്? കോംപ്റ്റൺ എഫക്ട്. അത് ഈക്വലി പ്രോബബിൾ ആണ്. അപ്പൊ എങ്ങനെ വെക്കാം? ഒരു ഇങ്ങനെ വരക്കാം അല്ലെ? അതിനൊരു ഏകദേശം ഈ റേഞ്ചിലുള്ള ഒരു എനർജിയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ഇതാണ് അതിന്റെ റിലേറ്റീവ് പ്രോബബിലിറ്റി. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു പാഠത്തിനകത്ത് ഉൾപ്പെട്ട ഏകദേശം പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തു. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ലൈറ്റ് ഒരു വേവ് ആണോ ഒരു പാർട്ടിക്കിൾ ആണോ? ആ ക്വസ്റ്റ്യന് ഇപ്പോൾ നിങ്ങളൊരു അവസ്ഥ വെച്ചിട്ട് നിങ്ങൾ എന്താണ് റിപ്ലൈ ചെയ്യാന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് രസകരമായൊരു ചർച്ചയാണ് ഇനി ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കുക, ആദ്യം ഫോട്ടോൺ എന്താണെന്ന് നോക്കാം നമുക്ക് അല്ലേ? ഒരു ഫോട്ടോൺ എന്താണെന്നുള്ള കാര്യം നോക്കാം. ഫോട്ടോൺ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനുള്ളിലാണ് അല്ലേ? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനുള്ളിലെ കമ്പോണൻസ് ആണിത് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പോലെ ഫോട്ടോൺസ് മൂവ് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലേ? ഫോട്ടോൺസ് എന്ത് ചെയ്യും? ലൈറ്റിൻ്റെ സ്പീഡിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ദേ ഹാവ് 0 റെസ്റ്റ് മാസ് ആൻഡ് റെസ്റ്റ് എനർജി. അവരുടെ റെസ്റ്റ് മാസും റെസ്റ്റ് എനർജിയും എന്താണ്? 0 ആണ് അല്ലേ? മോഷനിലായിരിക്കുമ്പോൾ മാത്രമേ അവർക്ക് മാസ് ഉള്ളൂ. ഇനി ദേ ക്യാരി എനർജി ആൻഡ് മൊമെൻറ്റം അല്ലേ? അവരെന്ത് ചെയ്യുന്നു? എനർജിയും ഉണ്ട്, അവർക്ക് മൊമെൻറ്റവും ഉണ്ട്. ഓക്കെ, ആ എനർജി എന്ന് പറയുന്നത് hν ആണ്. അതുപോലെ മൊമെൻറ്റം എന്ന് പറയുന്നത് h/λ ആണ് അല്ലേ? P = h/λ അല്ലെങ്കിൽ λ = h/p എന്ന് പറഞ്ഞാൽ ഡി ബ്രോഗ്ലി വേവ് നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ എന്താണ് അവരുടെ മൊമെൻറ്റം എന്ന് പറയാം. ഇനി ദേ ക്യാൻ ബി ക്രിയേറ്റഡ് ഓർ ഡെസ്ട്രോയിഡ് വെൻ എ റേഡിയേഷൻ ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ്. എന്താ അതിൻ്റെ അർത്ഥം? ദേ ക്യാൻ ബി ക്രിയേറ്റഡ് ഓർ ഡെസ്ട്രോയിഡ്. ആരെ? ഫോട്ടോൺസിനെ അല്ലേ? എങ്ങനെയാണത്? ഫോട്ടോൺസ് പോയിട്ട് ഒരു ഇലക്ട്രോണിൽ തട്ടി അത് ഇലക്ട്രോൺ അതിനെ അബ്സോർബ് ചെയ്യാന്ന് വെച്ചാൽ ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അവിടെ അബ്സോർപ്ഷൻ ആണ് അല്ലേ? അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഓസിലേറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ഫോട്ടോൺ എമിറ്റ് ചെയ്യും അല്ലേ?
അപ്പോൾ എന്താണ്, അവരെ ഡെസ്ട്രോയ് ചെയ്യാം, അതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. റേഡിയേഷൻ എമിറ്റ് ചെയ്തോ അബ്സോർബ് ചെയ്തോ എന്നുള്ളതനുസരിച്ചാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദേ ഹാവ് പാർട്ടിക്കിൾ ലൈക്ക് കൊളീഷൻസ് വിത്ത് അതർ പാർട്ടിക്കിൾസ് സച്ച് ആസ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് പോലെയുള്ള പാർട്ടിക്കിൾസുമായിട്ട് അവർക്ക് പാർട്ടിക്കിളിൻ്റെ പോലുള്ള കൊളീഷൻസ് സംഭവിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ ഈ പാഠത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ പാഠത്തിൽ നമ്മൾ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് പറഞ്ഞു അല്ലേ. അതിനകത്ത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫോട്ടോൺ ഇൻ്റർപ്രിട്ടേഷൻ പറഞ്ഞു അല്ലേ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കോംപ്റ്റൺ എഫക്റ്റ് പറഞ്ഞു, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പറഞ്ഞു, അതുപോലെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രംസ്ട്രാലിംഗ് പറഞ്ഞു, അതൊക്കെ നമ്മൾ പറഞ്ഞു. അതിനകത്തൊക്കെ നമ്മൾ എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഒരു ഫോട്ടോൺ ആസ്പെക്റ്റ് ആണ് പറഞ്ഞത് അല്ലേ. ദ ഫോട്ടോൺ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അത്തരത്തിൽ നമ്മൾ പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫോട്ടോൺ ഇൻ്റർപ്രിട്ടേഷൻ പ്രകാരം ആ എനർജി, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് ദേ ആർ കോൺസെൻട്രേറ്റഡ് ഇൻ സ്മാൾ ബണ്ടിൽസ്. ആ ബണ്ടിൽസിനെയാണ് നമ്മൾ ഫോട്ടോൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ റിവ്യൂ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞ ഭാഗത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് പ്രോസസ്സ് പറഞ്ഞു. ഏതുപോലെ, നമ്മൾ ഡിഫ്രാക്ഷൻ പറഞ്ഞു, ഇൻ്റർഫറൻസ് പറഞ്ഞു അല്ലേ. അതെന്താണ്, വേവ് ഇൻ്റർപ്രിട്ടേഷൻ ആണ് അല്ലേ, ഫോട്ടോൺ ഇൻ്റർപ്രിട്ടേഷൻ അല്ല. ഇതെന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ വേവ് ഇൻ്റർപ്രിട്ടേഷൻ ആണ്. അത് പ്രകാരം ദ എനർജി ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് സ്പ്രെഡ് ഓവർ ഇറ്റ്സ് വേവ് ഫ്രണ്ട് അല്ലേ. എൻറ്റയർ വേവ് ഫ്രണ്ടിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവരുടെ എനർജി സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മളിനി എന്ത് ചെയ്യാണ്, ഈ രണ്ടും വാലിഡാന്ന് കരുതുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോണിന് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഫോട്ടോൺ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, അതുപോലെ വേവ് നേച്ചറും ഉണ്ടെന്ന് കരുതുക. ഓക്കെ, പാർട്ടിക്കിൾ നേച്ചർ എന്ന് പറഞ്ഞാൽ ഫോട്ടോൺ ആയിട്ട് പരിഗണിക്കുക, വേവ് നേച്ചർ എന്ന് പറഞ്ഞാൽ എനർജി വേവ് ഫ്രണ്ടിലാണെന്ന് പരിഗണിക്കുക. അത് രണ്ടും വാലിഡ് ആണ്, പക്ഷേ എന്താണ്, എക്സ്ക്ലൂസീവ് ആൾട്ടർനേറ്റീവ്സ് ആണ്. ഓക്കെ, ദേ ആർ ബോത്ത് വാലിഡ്, രണ്ടും വാലിഡ് ആണ്. കാരണം നമ്മൾ രണ്ടും നടത്തി നോക്കി. ഡിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്, ഇൻ്റർഫറൻസ് നടക്കുന്നുണ്ട്, അതിൻ്റെ അർത്ഥം അവർ വേവ്സ് ആണെന്നാണ് അല്ലേ. കോംപ്റ്റൺ എഫക്റ്റ് നടക്കുന്നുണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുന്നുണ്ട്, അതിൻ്റെ അർത്ഥം അവർ പാർട്ടിക്കിൾസ് ആണെന്നാണ്. അപ്പോൾ രണ്ടും വാലിഡ് ആണ്. ഓക്കെ, പക്ഷേ ദേ ആർ എക്സ്ക്ലൂസീവ് ആൾട്ടർനേറ്റീവ്സ്, ഏതെങ്കിലും ഒന്നേ അറ്റ് എ ടൈം നടക്കുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ ഇന്ന് എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നും ഒരു ലൈറ്റ് എമിറ്റ് ചെയ്തു എന്ന് കരുതുക. ഓക്കെ, ഒരു ലൈറ്റിൻ്റെ സോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ സോഴ്സ് ഉണ്ട്. അവിടുന്ന് എന്ത് ചെയ്യാണ്, ഇത് എമിറ്റ് ചെയ്യാണ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യാണ്. ആ എമിറ്റ് ചെയ്യുമ്പം സോഴ്സിന് അറിയുന്നുണ്ടോ, അത് പാർട്ടിക്കിളായിട്ടാണോ എമിറ്റ് ചെയ്യേണ്ടത് അതോ വേവ് ആയിട്ടാണോ എമിറ്റ് ചെയ്യേണ്ടത് അതിന് അറിയുന്നുണ്ടോ? ആ ചോദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ഒരു സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡബിൾ സ്ലിറ്റ് അപ്പാരറ്റസ് വെക്കുക. ഓക്കെ, ഒരു ഡബിൾ സ്ലിറ്റ് അപ്പാരറ്റസ് വെക്കുക, ഒരൊറ്റ ലൈറ്റ് സോഴ്സ്, അതിൻ്റെ മുന്നിൽ നമ്മൾ ഒരു ഡബിൾ സ്ലിറ്റ് അപ്പാരറ്റസ് വെക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഒരു ഫോട്ടോ ഇലക്ട്രിക് സെല്ലും വെക്കുക. ഓക്കെ, ഇനി ആ സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റ് ഡബിൾ സ്ലിറ്റിലൂടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് പാറ്റേൺസ് ഉണ്ടാവും. ശരിയല്ലേ? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് നമ്മൾ പറഞ്ഞില്ലേ, അതുണ്ടാവും. അതെങ്ങനെയാണ് ഉണ്ടാവുക, ആ വന്നത് വേവ് ആയി കഴിഞ്ഞാൽ എന്താവുക, ഇൻ്റർഫറൻസോ ഡിഫ്രാക്ഷനോ നടക്കുക. ഓക്കെ, അപ്പം ഡബിൾ സ്ലിറ്റിലൂടെയാണ് നമ്മുടെ ലൈറ്റ് പോയതെങ്കിൽ അവിടെ എന്ത് നടക്കും, ഇൻ്റർഫറൻസ് ഡിഫ്രാക്ഷൻ നടക്കും. ഓക്കെ, ഇനി അത് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് സെല്ലിലേക്ക് പോയാലോ, അവിടെ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് നടക്കും അല്ലേ. എന്ന് പറഞ്ഞാൽ എന്ത് അടിസ്ഥാനത്തിലാണ് അത് പാർട്ടിക്കിളായിട്ടാണോ എമിറ്റ് ചെയ്യേണ്ടത്, അതുപോലെ ഒരു വേവ് ആയിട്ടാണോ എമിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് സോഴ്സിന് അറിയുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഇതൊരു എന്താ പറയുക, നമ്മൾ ശരിക്കും എന്താ പറയുക, സത്യം, ട്രൂത്തിനെ നമ്മൾ എൻക്വയറി ചെയ്യണം, നമ്മൾ സെർച്ച് ചെയ്യണം എന്താണ് സത്യം എന്നുള്ളത് അല്ലേ. വേവ് നേച്ചർ ആണോ അതോ പാർട്ടിക്കിൾ നേച്ചർ ആണോ എന്നുള്ളത് നമ്മളൊരു എൻക്വയറിയാണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്, ദ ലൈറ്റ് എമിറ്റഡ് ടുവാർഡ്സ് ദ സ്ലിറ്റ് ബിഹേവ്സ് ലൈക്ക് എ വേവ് അല്ലേ. ആ ഡബിൾ സ്ലിറ്റിലേക്ക് പോയ ലൈറ്റ് എന്ത് ചെയ്യും, ഒരു വേവിനെ പോലെ ബിഹേവ് ചെയ്യുന്നു അല്ലേ. അതുപോലെ എന്താണ്, ദാറ്റ് എമിറ്റഡ് ടുവാർഡ്സ് ദി ഫോട്ടോ ഇലക്ട്രിക് സെൽ ബിഹേവ്സ് ലൈക്ക് പാർട്ടിക്കിൾ അല്ലേ. ഫോട്ടോ ഇലക്ട്രിക് സെല്ലിലേക്ക് പോയത് പാർട്ടിക്കിളാണ് അല്ലേ. ഇനി ഈ സോഴ്സിന് എങ്ങനെ മനസ്സിലായി, ഈ ഡയറക്ഷനിൽ പോയാൽ അവിടെ എന്താണ്, വേവ് നേച്ചറാണ്, അതുകൊണ്ട് അവിടെ വേവ്
ഇൻ്റർപ്രിട്ടേഷനാണ് വേണ്ടതെന്നും, അതുപോലെ ഡബിൾ സ്ലിറ്റിലേക്ക് പോയാൽ, അതുപോലെ നേരെ ഈ ഭാഗത്തു കൂടെ പോയാൽ എന്ന് പറഞ്ഞാൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് നടക്കേണ്ടതെന്നും, അതുപോലെ അവിടെ പാർട്ടിക്കിൾ നേച്ചറാണ് വേണ്ടതെന്നും എന്ന് ലൈറ്റിന് ആ സോഴ്സിന് ലൈറ്റ് സോഴ്സിന് എങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ് നമ്മളിവിടെ അന്വേഷിക്കേണ്ടത്. ഓക്കെ, ഇനി നോക്കുക, അവിടെ പറയുന്നത് ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞ കോഡ് ഞാൻ അതുപോലെ ഉപയോഗിക്കുകയാണ്. പെർഹാപ്സ് ദ നാച്ചർ ഹാസ് എ സോർട്ട് ഓഫ് സീക്രട്ട് കോഡ്, അല്ലേ? നാച്ചറിൻ്റെ അടുത്ത് നിന്നുണ്ടാവും ഒരു സീക്രട്ട് കോഡ് ഉണ്ടായേക്കാം എന്നുള്ളതാണ്, അല്ലേ? ഇൻ വിച്ച് കൈൻഡ് ഓഫ് എക്സ്പെരിമെൻറ്റ് വി ആർ ഡൂയിങ് ഈസ് സിഗ്നൽഡ് ബാക്ക് ടു ദ സോഴ്സ്, അല്ലേ? നമ്മൾ ഏത് തരം എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യുന്നത് എന്ന് സോഴ്സിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്, അല്ലേ? നമ്മളിപ്പോൾ ഒരു ലൈറ്റ് സോഴ്സിൻ്റെ മുന്നിൽ ഡബിൾ സ്ലിറ്റും പിടിച്ചിരുന്നാൽ ആ സോഴ്സിന് അറിയാം എന്ത്, നമ്മൾ വേവ് നാച്ചറാണ്, ഇവർക്ക് വേവിനാണ് ആവശ്യം, കാരണം നമ്മൾ ഡബിൾ സ്ലിറ്റും പിടിച്ചാണല്ലോ ഇരിക്കുന്നത്, അല്ലേ? ഇനിയല്ല നമ്മൾ അവിടെ ഒരു ഫോട്ടോ ഇലക്ട്രിക് സെല്ലുമായിട്ടായിരിക്കുന്നെങ്കിൽ അവരെന്ത് മനസ്സിലാക്കുക, സോഴ്സ് മനസ്സിലാക്കുക എന്ത്, പിന്നെ അവിടെ ഒരു പാർട്ടിക്കിളിനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു പാർട്ടിക്കിളിനെ വിട്ടു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ടെക്സ്റ്റ് നിർബന്ധമായിട്ടൊന്ന് വായിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഇത് വായിച്ചാൽ നമുക്ക് എന്താ പറയുക, കുറേ രസകരമായ സംഭവങ്ങളാണ്. ഓക്കെ, ഇനിയാണ് അതിലൊരു എന്താ പറയുക, പിന്നെ നമ്മളെ കുഴക്കുന്ന ചോദ്യം. ഓക്കെ, നമുക്ക് ഈ ലൈറ്റ് സോഴ്സ് നമ്മളെ മുന്നിലാന്ന് കരുതുക. ഓക്കെ, നമ്മളെ മുന്നിലാണെങ്കിൽ നമ്മൾ ഡബിൾ സ്ലിറ്റും പിടിച്ചിരുന്നാൽ അവിടെ വേവ് നേച്ചർ ഉണ്ടാവും, അല്ല നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് സെല്ലും പിടിച്ചിരുന്നാൽ എന്തുണ്ടാവും, അവിടെ പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടാവും. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ഇപ്പോൾ തൊട്ടുമ്പോൾ പറഞ്ഞത്, നാച്ചർ ഹാസ് എ സീക്രട്ട് കോഡ്, അല്ലേ? എന്ത് ചെയ്യും, അവിടെ സോഴ്സിലേക്കൊരു സിഗ്നൽ പോവും, അല്ലേ? ഇതാ പിടിച്ചോ, അവർ ഡബിൾ സ്ലിറ്റുമായിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ വേവ്സിനെ വിട്ടോ, അല്ലേ? അങ്ങനെ ഒരു സിഗ്നൽ പോകും എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ കുറേ ഡിസ്റ്റൻറ്റ് ഗാലക്സീസ് എന്ന് വരുന്ന ലൈറ്റ് ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഒരുപാട് ദൂരെയാണ്, അല്ലേ? ഒരുപാട് ഡിസ്റ്റൻ്റ് നിന്ന് ഗാലക്സി എന്നുള്ള ലൈറ്റ് റേസ് വരുന്നുണ്ടെന്ന് കരുതുക. ഓക്കെ, ആ ലൈറ്റ് സ്റ്റാർ എന്നൊക്കെ വരുന്ന ലൈറ്റ് അതൊക്കെ 3-4 ലൈറ്റ് ഇയേഴ്സ് മുമ്പ് വരുന്നതാണ്, അല്ലേ? ഇയേഴ്സ് സഞ്ചരിച്ച് വരുന്ന ലൈറ്റ്സ് ആണ് അതൊക്കെ, അല്ലേ? അത് ഇവിടെ എത്തിയെന്ന് കരുതുക, അല്ലേ? അതിൻ്റെ മുന്നിൽ നമ്മളൊരു പിന്നെ ഡബിൾ സ്ലിറ്റ് വെച്ച് കഴിഞ്ഞാലും എന്തുണ്ടാവുന്നുണ്ട്, അവിടെ ഇൻ്റർഫറൻസ് പാറ്റേൺസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഇതേ സ്റ്റാർ ലൈറ്റിൻ്റെ മുന്നിൽ നമ്മളൊരു പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് സെല്ല് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകുന്നുണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്, അല്ലേ? അപ്പം അങ്ങനെ ഒരു ഇതാണെങ്കിൽ സോഴ്സ് ഏതാണ്, സ്റ്റാർ, അപ്പോൾ സ്റ്റാറിലേക്ക് ഒരു സിഗ്നലിംഗ് പ്രോസസ്സ് നടക്കുന്നില്ലല്ലോ, ഇല്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപ്പാരറ്റസ് ഉണ്ടാക്കി. ഓക്കെ, സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു, ഒരു അപ്പാരറ്റസ് ഡിസൈൻ ചെയ്തു. ആ ഒരു അപ്പാരറ്റസിൻ്റെ ഡയഗ്രാം ഞാൻ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് എന്താ ഉള്ളത്, ഒരു ലേസർ ബീം ഉണ്ട്. ഓക്കെ, ഒരു ലേസർ സോഴ്സ് ഉണ്ട്. ആ ലേസർ സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബീം സ്പ്ലിറ്റർ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ബീം സ്പ്ലിറ്റർ എന്താ ചെയ്യുക, വരുന്ന ലൈറ്റിനെ രണ്ടായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, കുറച്ച് ഭാഗം എന്താണ് നേരെ താഴേക്കും, കുറച്ച് ഭാഗം റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്കും. ഓക്കെ, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ അതിനാണ് നമ്മൾ എന്താ പറയുക, ബീം സ്പ്ലിറ്റർ എന്ന് പറയുക, അല്ലേ? ലൈറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, എ എന്നും ബി എന്നും. ഓക്കെ, ഇനി എയിൽ നിന്ന് പോകുന്നത് ഒരു മിററിലേക്ക് തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ബിയിൽ നിന്ന് പോകുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മിററിലേക്ക് തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ലൈറ്റും മിററിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത രണ്ട് ലൈറ്റും നേരെ പോയി എന്തുണ്ടാവും, ഇൻ്റർഫറൻസ് പാറ്റേൺസ് ഉണ്ടാവും. ഉറപ്പല്ലേ, അല്ലേ? ബീം സ്പ്ലിറ്റർ വെച്ചിട്ട് ലേസർ ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്തു, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു, എ ബി എന്ന് പറഞ്ഞ രണ്ട് പാത്തിലൂടെ അവിടെ കൊണ്ടുപോയി, എന്നിട്ട് ഒരു മിറർ വെച്ചിട്ട് അവരെ വീണ്ടും റീജോയിൻ ചെയ്താൽ എന്തുണ്ടാവും, നിർബന്ധമായിട്ട് അവിടെ എന്തുണ്ടാവും, അവിടെ ഇൻ്റർഫറൻസ് പാറ്റേൺസ് ഉണ്ടാവും. ഓക്കെ, ഇനി അവിടെ ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ ഒരു സ്വിച്ച് വെക്കുകയാണ്, ഒരു ഒപ്റ്റിക്കൽ സ്വിച്ച് വെക്കുകയാണ്. എവിടെ, എ എന്ന് പറഞ്ഞ ലൈറ്റിൻ്റെ പാത്തിൽ, അല്ലേ? ആ സ്വിച്ച് എന്താ ചെയ്യുന്നത്, ആ സ്വിച്ച് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ആ എ എന്ന് പറഞ്ഞ മിററിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റിനെ അവിടുന്ന് ഡിഫ്ലക്റ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുപോകും. ആ താഴേക്ക് കൊണ്ടുപോയിട്ട് ഒരു ഡിറ്റക്ടറിലേക്ക് കൊടുക്കും. ഓക്കെ, സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ആ ലൈറ്റ് എ എന്ന് പറഞ്ഞ ലൈറ്റിൻ്റെ പാത്തിനെ ഡിഫ്ലക്റ്റ് ചെയ്ത് ഡിറ്റക്ടറിലേക്ക് വിടും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യില്ല, നമ്മുടെ ലൈറ്റ് അങ്ങോട്ടേക്ക് എത്തൂല, അപ്പോൾ എന്തുണ്ടാവില്ല, ഇൻ്റർഫറൻസ് പാറ്റേൺസ് ഉണ്ടാവില്ല. ഇനി ഡിറ്റക്ടർ എന്താ ഡിറ്റക്ട് ചെയ്യുക, ഫോട്ടോൺസിനെ ഡിറ്റക്ട് ചെയ്യുക. ഓക്കെ, ഫോട്ടോൺസിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു അപ്പാരറ്റസ് ആണ് എന്ത്, ഡിറ്റക്ടർ എന്ന് പറയുന്നത്. സ്വിച്ച് ഓഫ് ചെയ്താലോ ഡിറ്റക്ടർ ലൈറ്റിനെ തടുത്ത് വെക്കൂല, അത് നേരെ എങ്ങോട്ട് പോകും, പിന്നെ നേരെ പോകും, അല്ലേ? നേരെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ബി എന്ന് പറഞ്ഞ ഭാഗത്തു നിന്ന് വരുന്ന റിഫ്ലക്റ്റ് ചെയ്ത മിററും ഇതും തമ്മിൽ കോയിൻസൈഡ് ചെയ്ത് എന്തുണ്ടാവും, അവിടെ ഇൻ്റർഫറൻസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇനിയും അപ്പം അവർ ഒബ്സർവ് ചെയ്തു എന്ത്, സ്വിച്ച് ഓൺ ആണെങ്കിൽ അവിടെ ഇൻ്റർഫറൻസ് പാറ്റേൺ ഉണ്ടാവുന്നില്ല. എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റക്ടർ പാർട്ടിക്കിൾസിനെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. സ്വിച്ച് ഓൺ ആണെങ്കിൽ വഴി തടസ്സപ്പെടുത്തി ഫോട്ടോണിനെ ഡിറ്റക്ടറിലേക്ക്
ഡീവിയേറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ ഡിറ്റക്ടറിനകത്ത് പാർട്ടിക്കിൾസ് രജിസ്റ്റർ ആവുന്നുണ്ട്, ഫോട്ടോൺസ് കിട്ടിയെന്ന് ഡിറ്റക്ടർ പറയുന്നുണ്ട്. ഓക്കെ, ഇനി സ്വിച്ച് ഓഫ് ആക്കിയാലോ? ലൈറ്റിനൊന്നും സംഭവിക്കുന്നില്ല, ഡീവിയേറ്റ് ചെയ്യാതെ നേരെ പോകുന്നു. നേരെ പോയിട്ട് ബി എന്ന ലൈറ്റുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നു, ഇൻ്റർഫറൻസ് പാറ്റേൺസ് ഉണ്ടാകുന്നു അല്ലേ? ഒരേ സോഴ്സിൽ നിന്ന് വന്ന ലൈറ്റ് ഒരു സ്ഥലത്ത് പോയിട്ട് സ്വിച്ച് ഓൺ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഫോട്ടോൺസ് ഉണ്ടാകുന്നു. സ്വിച്ച് ഓഫ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? വേവ് നേച്ചർ കാണിക്കുന്നു അല്ലേ? വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഇനി അവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, പാർട്ടിക്കിളാണ് അല്ലേ? പാർട്ടിക്കിൾ നാച്ചുറലാണെന്ന് എഴുതുക. ഓക്കെ, ലൈറ്റ് എപ്പോഴാണ് പാർട്ടിക്കിളായിട്ട് ബിഹേവ് ചെയ്യുക? സ്വിച്ച് ഓൺ ആകുമ്പോൾ അല്ലേ? സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ എന്താണ്? ഡിറ്റക്ടറിനകത്ത് ഡിറ്റക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും? പാർട്ടിക്കിളായിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ, ഇനി ബീം സ്പ്ലിറ്റർ എന്താ ചെയ്യുക? ഇത് നമ്മൾ പറയുന്നത് ബീം സ്പ്ലിറ്ററിന് മനസ്സിലാവുന്നുണ്ടെന്നാണ്. ഒരു സിഗ്നലിംഗ് ബീം സ്പ്ലിറ്ററിന് കിട്ടുന്നുണ്ട്. ഓക്കെ, സ്വിച്ച് ഓൺ ആണോ അല്ലേ എന്ന് ബീം സ്പ്ലിറ്ററിന് അറിയുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, അതുപോലെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ട കാര്യങ്ങളാണ്. നമ്മളിതിൽ ഭയങ്കര റിസർച്ച് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ബീം സ്പ്ലിറ്ററിന് ഒരു സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം സ്വിച്ച് ഓൺ ആണെങ്കിൽ അവിടെ പാർട്ടിക്കിൾ ഡിറ്റക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഒരു പാർട്ടിക്കിളിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? പാർട്ടിക്കിളിന് ഏതെങ്കിലും ഒരു വഴി കൂടെ പോകാൻ പറ്റുള്ളൂ അല്ലേ? ഒരു പാർട്ടിക്കിളിന് ഇപ്പോൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണെന്ന് എഴുതുക. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിളാണെങ്കിൽ അതിനൊന്നെങ്കിൽ സ്ലിറ്റ് 1 പോകാം, അല്ലെങ്കിൽ സ്ലിറ്റ് 2 പോകാം. ഒരു പാർട്ടിക്കിളിന് 2 സ്ലിറ്റിലൂടെ ഒരേ സമയം പോകാൻ കഴിയുമോ? കഴിയില്ല അല്ലേ? ഒരു പാർട്ടിക്കിൾ സ്ലിറ്റ് 1 മറ്റേ പാർട്ടിക്കിൾ സ്ലിറ്റ് 2 അങ്ങനെ പോവുള്ളൂ അല്ലേ? ഒരേ പാർട്ടിക്കിൾ സ്ലിറ്റ് 1 2 ഒരുപോലെ പോവില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ കൺഫ്യൂഷൻ പറഞ്ഞത് അല്ലേ? വേവ് നാച്ചർ ആണെങ്കിൽ എന്താണ്? ഇൻറ്റൻസിറ്റി ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് അവിടെ ഇൻ്റർഫിയറൻസ് നടക്കും. അപ്പം ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് വേവ് നാച്ചർ വെച്ചിട്ടേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് പാർട്ടിക്കിൾ നാച്ചർ വെച്ചിട്ട് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? ആ പാർട്ടിക്കിൾ നാച്ചർ എന്ന് വെച്ചാൽ ഒരു പാർട്ടിക്കിൾ ഇതിൽ പോയി അതേ പാർട്ടിക്കിൾ ഇതിലേയും പോകില്ല അല്ലേ? അതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് ലൈറ്റ് പാർട്ടിക്കിളിനെ പോലെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? ബീം സ്പ്ലിറ്റർ സെൻസ് ഇറ്റ് എലോങ് എയ്തർ പാത്ത് എ ഓർ പാത്ത് ബി. ഒന്നെങ്കിൽ പാത്ത് എയിലൂടെ പോകും, അല്ലെങ്കിൽ പാത്ത് ബിയിലൂടെ പോകും. എന്താണെങ്കിൽ? പാർട്ടിക്കിൾ ആണെങ്കിൽ. ഓക്കെ, അല്ലാതെ ഇറ്റ് കനോട്ട് ട്രാവൽ ത്രൂ ബോത്ത് ദ പാത്ത്. ഒരു പാർട്ടിക്കിളിന് 2 പാത്തിലൂടെയും ഒരേ സമയം സഞ്ചരിക്കാൻ കഴിയില്ല അല്ലേ? അങ്ങനെയാണ്. ഇനി ലൈറ്റ് ഒരു വേവ് ആണെങ്കിൽ എന്താ ചെയ്യുക? ബീം സ്പ്ലിറ്റർ എന്ത് ചെയ്യും? ഇറ്റ് സെൻഡ് എലോങ് ബോത്ത് പാത്ത്സ് അല്ലേ? ലൈറ്റ് ഒരു വേവ് ആണെങ്കിൽ എന്ത് ചെയ്യും? ബീം സ്പ്ലിറ്റർ ലൈറ്റിനെ 2 പാത്തിലൂടെയും അയക്കുന്നു എന്നുള്ളതാണ് അല്ലേ? ചുരുക്കി പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വിച്ച് ഓൺ ചെയ്താൽ അവിടെ പാർട്ടിക്കിൾ നേച്ചറാണ്, സ്വിച്ച് ഓഫ് ചെയ്താൽ എന്താണ്? വേവ് നേച്ചറാണ്. ഓക്കെ, ഇനി ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? സിഗ്നലിംഗ് നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു ഹൈലി സെൻസിറ്റീവ് ഒപ്റ്റിക്കൽ സ്വിച്ച് ഉപയോഗിച്ചു. ഓക്കെ, അവിടെ ഒരു ഹൈലി സെൻസിറ്റീവ് ഒപ്റ്റിക്കൽ സ്വിച്ച് ഉപയോഗിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ബീം സ്പ്ലിറ്ററിന് കടന്ന് പോയതിന് ശേഷം അവർ സ്വിച്ച് ചേഞ്ച് ചെയ്തു. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്? ബീം സ്പ്ലിറ്റർ തീരുമാനിക്കുകയാണ്. ഓക്കെ, സ്വിച്ച് ഓൺ ആണെങ്കിൽ പാർട്ടിക്കിൾ നാച്ചർ, സ്വിച്ച് ഓഫ് ആണെങ്കിൽ വേവ് നാച്ചർ എന്ന് ആര് തീരുമാനിക്കുകയാണ്? ബീം സ്പ്ലിറ്റർ തീരുമാനിക്കുകയാണ്. ഓക്കെ, ഇനി അവരെന്ത് ചെയ്തു? ലൈറ്റ് അവിടുന്ന് ലേസർ സോഴ്സിൽ നിന്ന് വന്ന് ബീം സ്പ്ലിറ്ററിലൂടെ കടന്ന് പോയതിന് ശേഷം അല്ലേ എന്ത് ചെയ്തു? സ്വിച്ച് ആൾട്ടർ ചെയ്തു അല്ലേ? സ്വിച്ച് ഒന്നെങ്കിൽ ഓൺ ആക്കും, അല്ലെങ്കിൽ ഓഫ് ആക്കും അല്ലേ? അപ്പോഴും എന്ത് ഒബ്സർവ് ചെയ്തു? സ്വിച്ച് ഓൺ ആയാൽ പാർട്ടിക്കിൾ നേച്ചർ, ഓഫ് ആയാൽ വേവ് നേച്ചർ. ഓക്കെ, ഇത്തരത്തിലുള്ളൊരു ചോയ്സ് നമ്മൾ ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ് നമ്മൾ പറയുന്നവരാണ് ഡിലേഡ് ചോയ്സ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ചോയ്സ് ഡിലേ ആയി അല്ലേ? ബീം സ്പ്ലിറ്ററിന് തീരുമാനിക്കാൻ പറ്റില്ല പാർട്ടിക്കിളിന് വിടണോ അതുപോലെ വേവിനെ വിടണോ എന്നുള്ളത് ആർക്ക് തീരുമാനിക്കാൻ പറ്റില്ല? ബീം സ്പ്ലിറ്ററിന് തീരുമാനിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിൽ നിന്ന് അവർ കൺക്ലൂഡ് ചെയ്തു. എന്ത്? സയൻറ്റിസ്റ്റ് കൺക്ലൂഡ് ചെയ്തു ലൈറ്റിന് എന്തുണ്ട്? വെനെവർ വി ഡിഡ് എ വേവ് ടൈപ്പ് എക്സ്പെരിമെൻറ്റ് വി ഒബ്സർവ് വേവ്സ്. നമ്മളൊരു വേവ് എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വേവിനെ കാണുന്നു അല്ലേ? ആൻഡ് വെനെവർ വി ഡിഡ് എ പാർട്ടിക്കിൾ ടൈപ്പ് എക്സ്പെരിമെൻറ്റ് വി ഒബ്സർവ് പാർട്ടിക്കിൾസ്. ഒരു പാർട്ടിക്കിൾ ടൈപ്പ് എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പാർട്ടിക്കിളിനെ ഒബ്സർവ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഇതിനെയാണ് ചുരുക്കി പറഞ്ഞാൽ ലൈറ്റിന് എന്തുണ്ട്? 2 നേച്ചറുണ്ട് അല്ലേ? അതിന് നമുക്ക് എന്ത് പറയാം? ഡ്യുവൽ നാച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയാം. ഓക്കെ, വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി എന്നും പറയും. എന്താ പറയുക?
വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി അല്ലേ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് ഒരു ആസ്പെക്റ്റിൽ എന്തുണ്ട്, ഒരു വേവ് ആസ്പെക്റ്റ് ഉണ്ട്, ഒരു നേച്ചർ ഉണ്ട്. അതുപോലെ എന്തുണ്ട്, ചില കേസിൽ എന്താണ്, ഒരു പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് അല്ലേ. ഇതിനെയാണ് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി എന്ന് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്തുള്ളത്. ഓക്കെ, അപ്പം എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ലാസ്റ്റ് പറഞ്ഞ ഭാഗങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പറഞ്ഞ ബീം സ്പ്ലിറ്റർ എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ സിലബസിനകത്തുണ്ട്, അതുകൊണ്ട് ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഒന്ന് കണ്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് എക്സാമിന് ചോദിക്കും എന്നുള്ളത് എനിക്ക് അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ല. ഓക്കെ, കാരണം അതൊരു എന്താ പറയുക, ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് പോലെയൊക്കെയാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇത്രയാണ്. ഓക്കെ, ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ഓൾ.